ഇന്ന് ഏത് വീഡിയോ എടുത്ത് നാട്ടുകാരെ വെറുപ്പിക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ രാത്രി അമ്മ ഗ്രേപ്സ് കൊണ്ടുവന്ന് ഓർത്തത്. അപ്പം നേരെ അടുക്കളയിലേക്ക് ഗ്രേപ്പിൻ്റെ പാക്കറ്റിൽ നിന്ന് ഞാൻ എടുത്ത് പോക്കിയതും നിറച്ചു മുളക്. ആദ്യം എടുത്ത പാക്കറ്റ് മാറ്റി വെച്ച് രണ്ടാമത് തുറന്നപ്പോൾ ദേ കിടക്കുന്ന നമ്മൾ നോക്കിയ സാധനം. ഈ ഒരു ടൈപ്പ് മുന്തിരി വെറുതെ തിന്നതിനെക്കാട്ടും ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് ഏറ്റവും രസം. സോ അതിനു മുമ്പ് എല്ലാം നമുക്ക് നല്ലോണം ഒന്ന് കഴുകാം. ആദ്യം ഇതിലേക്ക് വെറും വെള്ളമൊഴിച്ച് കുറച്ച് നേരം അങ്ങോട്ട് കഴുകി അതിൻ്റെ അകത്തുള്ള വാട്ടമുന്തിരി, അതായത് ചീഞ്ഞു പോയ സാധനങ്ങളൊക്കെ പെറുക്കി ദൂരെ കളഞ്ഞത് വേറെ അങ്ങോട്ടുമല്ല, സിങ്കിലേക്ക് തന്നെയാണ് ഞാൻ എറിഞ്ഞിട്ടത്. കഴുകാനായിട്ട് ഞാനെടുത്ത പാത്രം വളരെ വലുതായതുകൊണ്ട് കുറേ വെള്ളം പുറത്തും പോയി മര്യാദക്ക് കഴുകാനും പറ്റുന്നില്ല. സോ അത് ഞാൻ അവിടെ ഇട്ട് കഴുകുന്നതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോയി. ഇത് മുന്തിരി ഉപ്പിലിടുന്നതല്ല, ജ്യൂസ് അടിക്കാൻ പോകുന്ന മുന്തിരി ഇതേപോലെ ചെറിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിലിങ്ങനെ മുക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെസ്റ്റിസൈഡ്സും എന്തെങ്കിലും കൃമികളോ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ അതാണ് ഞാനും ഇവിടെ ചെയ്യുന്നത്. ഇതിൽ വേറെ ചോദ്യങ്ങളില്ല കേട്ടോ. ഒരു മുന്തിരി പോലും ബാക്കി വെക്കാതെ എല്ലാ മുന്തിരിയും ഞാൻ ആ വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. ഒരു 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഒരു ജ്യൂസ് കുടിക്കാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആ കഴുകിയെടുത്ത മുന്തിരി നമുക്ക് ജ്യൂസറിലേക്ക് ഇടാം. സോറി, ജ്യൂസറല്ല, മിക്സി. എൻ്റെ കയ്യിൽ ജ്യൂസറില്ല ഗൈസ്, ഉള്ള സാധനം ഇവിടെ കേടായിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മുന്തിരിയും അരച്ച് പിന്നെ അതിനരിച്ച് ഞാൻ കൊണ്ടുവരാം. കുറച്ച് സമയമെടുക്കും, ഞാൻ സ്ലോയാണ്. അങ്ങനെ വെറും 2.5 മണിക്കൂർ കൊണ്ട് എൻ്റെ ജ്യൂസ് ഇവിടെ റെഡിയാണ് ഗൈസ്. ഇനി അതും കുടിച്ചോണ്ടാവാം ഇന്ന് എന്ത് കണ്ടന്റ് ഇടും എന്നുള്ള ആലോചന. ഇതുവരെ മനസ്സിൽ ഒരു ഐഡിയയും വരുന്നില്ല.